എലപ്പുള്ളി അതുപോലെ തന്നെ PM ശ്രീ ഈ രണ്ട് വിഷയങ്ങളും CBIയുടെ നിലപാട് വളരെ ശക്തമായിരുന്നു, പരസ്യമായിരുന്നു. പക്ഷേ മറ്റ് വിഷയങ്ങളിൽ എതിർപ്പുണ്ടായിട്ടും സർക്കാരിനെ CBI തിരുത്താൻ മുതിരാത്തതാണോ അത് ഞങ്ങൾ അറിയാത്തതാണ്? അല്ല, എലപ്പുള്ളി വന്നില്ലല്ലോ. ഇത്രയധികം കടുത്ത ജലക്ഷാമമുള്ളിടത്ത് തന്നെ ഇത്രയേറെ വെള്ളം ആവശ്യമുള്ളൊരു വ്യവസായ സംരംഭം, ഒരു ബ്രുവറി വരണമെന്ന് പറയുന്ന വാശി CPIക്ക് ബോധ്യമല്ല, അന്നുമല്ല ഇന്നുമല്ല. അതുകൊണ്ട് എലപ്പുള്ളിയിൽ ആ ബ്രുവറി വന്നുകൂടാ CPI പറഞ്ഞു. ആ ബ്രുവറി വന്നില്ല. അതുപോലെ തന്നെയാണ് PMC. ഇടതുപക്ഷ ഗവൺമെന്റ് ഒരിക്കലും NEP എന്ന് പറയുന്ന RSSന്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയുടെ പങ്കാളിയാകാൻ പാടില്ല. NEP ഷോക്കേസ് ചെയ്യലാണ് PMCയുടെ ദൗത്യമെന്ന് ഊന്നിപ്പറയുന്ന ഒന്നാണ് അതിൻ്റെ എല്ലാ ബേസിക് ഡോക്യുമെന്റ്സും. അങ്ങനെ ഇരിക്കെ എഴുതുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയും അധ്യാപക പ്രസ്ഥാനത്തെയും നയിക്കേണ്ടുന്ന, കൂടെ നിൽക്കേണ്ടുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു ഗവൺമെന്റ് PMCയിലെ സിഗ്നേറ്ററി ആകാൻ പാടില്ല, പങ്കാളിയാകാൻ പാടില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി മനസ്സിലാക്കി. അത് പാർട്ടി ഉചിതമായ രീതിയിൽ പറഞ്ഞു. PMCയിൽ നിന്ന് ഞങ്ങളുടെ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് പോകാതെ പിന്മാറി. ആ തീരുമാനം ഇന്ത്യയിലെ ഇടതുപക്ഷ അധ്യാപക പ്രസ്ഥാനത്തെ, ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ, ഇടതുപക്ഷ ത്യാഗത്തിനെ സഹായിച്ച തീരുമാനമാണെന്ന് പറയാൻ ഞാൻ പഠിക്കുന്നില്ല. അതിൽ ഞങ്ങളുടെ പങ്ക്, എളിയ പങ്ക് CPI വഹിച്ചിട്ടുണ്ട്, വിട്ടുവീഴ്ചയൊന്നും കാണിക്കാതെ. അതുപോലെ ADGP, ഒരു ADGP കേരളത്തിൽ എന്തിനാണെന്ന് ആർക്കും അറിയില്ല. മാറി മാറി ഊഴം വെച്ച് കാണുന്നു RSS നേതാക്കളെ. അതേ ADGP പൂരം പോലെ ഒന്നിനെ കലക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാകുന്നു. അത് ബോധ്യമായപ്പോൾ CPI പറഞ്ഞു, അങ്ങനെയുള്ള ഒരാൾ LDF ഭരിക്കുമ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ആളായിട്ട് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കുറച്ച് വൈകിയെങ്കിൽ പോലും അദ്ദേഹത്തെ മാറ്റി. അങ്ങനെ CPIയുടെ എല്ലാ ശ്രമങ്ങളും തോറ്റുവെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല, തോറ്റിട്ടില്ല. പക്ഷെ എല്ലാം ജയിച്ചിട്ടുമില്ല. പക്ഷെ അതൊരു മുന്നണിക്കകത്ത് നടത്തുന്ന പ്രവർത്തനമാണ്. മുന്നണി എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയല്ല, പല പാർട്ടികളാണ്. ഓരോ പാർട്ടിക്കും ഓരോ സമീപനം കാണും, നിലപാട് കാണും. അതിനെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് പോകലാണ് മുന്നണിയുടെ ദൗത്യം, കടമ. അതുകൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ പണ്ടത്ര വിജയം ഉണ്ടായി കാണില്ല. ആശാസമരം, അതുപോലെ സമരത്തിന് ഇടതുപക്ഷ ഗവൺമെന്റ് കുറച്ചുകൂടി ഇടതുപക്ഷ രീതിയിൽ കാണേണ്ടതായിരുന്നു. ഞങ്ങൾ ഇടപെട്ടവരാണ്. ആശാസഹാക്കളുമായിട്ട് സ്ഥിരമായിട്ട് ബന്ധപ്പെട്ടൊരു CPIക്കാരനാണ് ഞാൻ. ഞങ്ങളുടെ ഓഫീസിൽ വെച്ചും പുറത്ത് വെച്ചും ഞങ്ങളവരെ കണ്ടിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡിമാൻഡ്സിനെ പറ്റി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ കൈമാറിയിട്ടുമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ളൊരു ഇടപെടലോ നേട്ടമോ വിജയമോ ഉണ്ടാകാൻ പറ്റിയില്ല. ഞങ്ങളുടെ മാത്രം പരാജയമല്ല അത്. ഇടതുപക്ഷ ഗവൺമെന്റ് ആശാസമരം പോലെയുള്ള ഒന്നിനെ കൈകാര്യം ചെയ്യുമ്പോൾ കാണിക്കേണ്ടുന്നൊരു സമീപനമുണ്ട്. അത് ഒരു വലതുപക്ഷ ഗവൺമെന്റിനെ പോലാകാൻ പാടില്ല. തൊഴിലാളി സമരങ്ങളെയെല്ലാം പുച്ഛത്തോടെ കാണുന്ന, അതിനെ വളരെ എന്താണ് അവഹേളിക്കുന്ന, അപഹസിക്കുന്ന സമീപനമല്ല ശരിക്കും ലെഫ്റ്റിന്റെ സമീപനം. അതെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞങ്ങളുടെ ബന്ധുക്കളാകാണ്ട് വിഭാഗങ്ങളെ അടുപ്പിച്ചില്ല, അകറ്റിക്കൊണ്ടുപോയി. ആ പാഠം ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പാഠം പഠിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. പല വിഷയങ്ങളിലും ഇപ്പം ഒന്നുകൂടെ പറയാനാണെങ്കിൽ, കേരളത്തിലെ ഷാപ്പുകളുടെ ദൂരപരിധി കള്ള് ഷാപ്പിനും മദ്യഷാപ്പിനും ഒരേ ദൂരപരിധിയല്ല. മദ്യഷാപ്പുകൾക്ക് നിശ്ചിത ദൂരം, അതിനേക്കാൾ ദൂരപരിധി കൂടുതലാണ് കള്ള് ഷാപ്പുകൾക്ക്. താരതമ്യേന അപകടം കുറഞ്ഞ മദ്യമാണ് കള്ള്, അതിന് ദൂരപരിധി കൂടുതൽ.
CPI LDF അകത്തും പുറത്തുമൊക്കെ പറഞ്ഞു അതിന് ന്യായീകരണമില്ല, അത് കുറഞ്ഞ പക്ഷം ഒരുപോലെ ആക്കണമെന്ന് പറഞ്ഞു. അതുണ്ടായില്ല. ഞങ്ങളുടെ ഒരു ശ്രമത്തിൽ ഞങ്ങൾക്ക് വിജയിക്കാനായിട്ടില്ല. അതുപോലെ ഒന്നാണ് കോഴിക്കോട്ടെ കോൺഗ്രസ് സമരം. അതൊരു തൊഴിലാളി സമരമാണ്. ആ സമരത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണമായും പിന്തുണയുണ്ട്. അപ്പോഴും ഇപ്പോഴും ഉണ്ട്. അതിനകത്ത് ഗവൺമെൻറ് വളരെ വൈകിയാണ് ഇടപെട്ടിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്ത് ഞങ്ങളൊക്കെ ഇടപെട്ടപ്പോഴായിരിക്കാം ഗവൺമെൻറ് മന്ത്രിമാരും ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. തീരെ വൈകിപ്പോയത് കൊണ്ട് തന്നെ ആയിരിക്കാം ആ ഇടപെടലിന് ഫലമുണ്ടായിട്ടില്ല. ഞങ്ങൾ പക്ഷേ ആ ശ്രമം അവസാനിപ്പിക്കുന്നില്ല. ആ സമരത്തെ വിജയിപ്പിക്കാൻ വേണ്ടി ഭരണം മാറിയെങ്കിലും AITUC-യും CPI-യും ഞങ്ങളുടെ പങ്ക് വഹിക്കും. താങ്കൾ മാറണം എന്ന ആവശ്യമുണ്ടോ? അങ്ങനെയൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്ര ബാലശമായ പാർട്ടിയല്ലല്ലോ ഈ പാർട്ടി. ഫേസ്ബുക്കും വാട്സപ്പും അത്ര മീഡിയൊന്നുമല്ല പാർട്ടിയെ നയിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഇടക്കറിയാത്ത ആൾക്കാർ ഏതെങ്കിലുമൊക്കെ ഇപ്പം ഞങ്ങളുടെ പാർട്ടിയെ പറ്റി സ്ഥിരമായിട്ട് ചീത്ത വിളിക്കാൻ വേണ്ടിയുള്ള പെയ്ഡ് ഏജൻസ് ഉണ്ട്. BJPക്ക് പെയ്ഡ് ഏജൻസ് ഉണ്ട്. CPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ തന്തയ്ക്ക് വിളിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ടീം തന്നെയുണ്ട്. അവർ വലുതൊക്കെ തട്ടിവിടുമ്പോഴത്തേക്കും ദുർബലരായ ചില ആൾക്കാർ എല്ലാ പാർട്ടിക്കും കാണുമല്ലോ. ദുർബലരാണ് അവർ. അത്തരം മനുഷ്യർ വേണമെങ്കിൽ വലുതൊക്കെ പറഞ്ഞു ധരിക്കാം. അത് അവരുടെ ഒരു രാഷ്ട്രീയമായ ആഴമില്ലായ്മയാണ്. അതൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണം. ഞങ്ങളുടെ പാർട്ടിക്ക് ബോധ്യമുണ്ട്. ആ പോസ്റ്റ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് അവകാശപ്പെട്ടതാണ്. ആ CPIക്ക് കിട്ടും. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ, CPM-ന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? CPI നേതാക്കൾ പറഞ്ഞത് കീഴ്വഴക്കമാണ്, പിന്നെ സാങ്കേതികമാണ്. ഭരണഘടനാ പ്രകാരം അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾക്കും അറിയാം ഭരണഘടനാ പ്രകാരം അങ്ങനെയൊന്നുമില്ല. പക്ഷേ കേരളത്തിൽ അതുണ്ട്. അത് എല്ലാ തവണയും നേതാവ് ഉപനേതാവും ഒരു പാർട്ടി തന്നെ ആകാൻ നിർബന്ധമൊന്നുമില്ല. ആരും പറയുന്നുമില്ല, കീഴ്വഴക്കവുമില്ല. അത് മാറി വരാം. ചില വഴക്കങ്ങൾ മാറണം. അങ്ങനെ മാറേണ്ട ഒരു വഴക്കമാണ് ഈ വഴക്കം. ഇത് മാറും. ഈ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവ് ആകണമെന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. അതിനെപ്പറ്റി CPI കുറച്ച് പറയാൻ പണ്ടേ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് CPM-ന്റെ അവകാശമാണ്. LDF-ലെ പ്രതിപക്ഷത്തെ മുഖ്യ പാർട്ടി CPM-ആണ്. ആ പാർട്ടി ആരെ തീരുമാനിക്കുന്നുവോ ആ സഖാവായിരിക്കും പ്രതിപക്ഷ നേതാവ്. അതിൽ ചോദ്യമൊക്കെ കാര്യമുള്ളൂ. നിലവിലെ നേതാവ്, നിലവിൽ നയിക്കുന്ന ആള് തന്നെ നയിക്കുന്ന ഈ ഒരു സിസ്റ്റം തന്നെ മതിയോ എന്നുള്ളതാണ്. അതിനെപ്പറ്റിയൊക്കെ തീരുമാനിക്കാനുള്ള പക്വത CPM-നുണ്ട്, രാഷ്ട്രീയ CPM-നുണ്ട്, അനുഭവസമ്പത്ത പാർട്ടിക്കുണ്ട്. ആ പാർട്ടിയുടെ അവകാശമാണത്. ഞങ്ങളതിനെ മാനിക്കുന്നവരായിരിക്കും. ഈ തെരഞ്ഞെടുപ്പ് അവലോകന ഞങ്ങൾ LDF-ന്റെ ഭാഗം തന്നെയാണ്. LDF വിട്ട ഒന്നും CPIക്ക് ഇല്ല, ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റില്ല.